എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടാ. ഇത് പഴയകാല നാടൻ പലഹാരമാണ്. ഇത് കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്തോളൂ. ഇത് കൂടുതലും നമ്മുടെ വീട്ടില് മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ട്ടോ കൂടുതലായിട്ട് അറിയാൻ പറ്റുക. സൂപ്പർ ടേസ്റ്റ് ആണ് ട്ടോ കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമന്റ്സ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ് ട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന പുട്ടുപൊടി എത്രയാണോ അളവ് അതിൻ്റെ ഇരട്ടി വേണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1.5 കപ്പ് പുട്ടുപൊടിയല്ല എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴത്തേക്കും ഈ വെള്ളം എല്ലാം ഈ പുട്ടുപൊടിയിലേക്കായിട്ട് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ ഇപ്പോൾ ഇതിലെ വെള്ളം എല്ലാം വറ്റിയിട്ട് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നു. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് റെഡിയാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. കാരണം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഈ മാവിനും ഇപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന പോലെ നിങ്ങൾ കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ദാ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നാളികേരം ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ആ നാളികേരത്തിൻ്റെ ഒരു എണ്ണമയം കൂടെ വരില്ലേ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടോ ഞാനിപ്പോൾ ഉന്നക്കായയുടെയൊക്കെ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പ് ഒന്നും വേണമെന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഞാനപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യോ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള കൊഴുക്കട്ടില്ലേ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 350 ഗ്രാം ശർക്കരയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ശർക്കരയെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിത് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ നമ്മളെ കൊഴുക്കട്ട എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയതിന് ശേഷം വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കയ്യുമ്മ ഇങ്ങനെ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് നേരം ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒരു ട്രൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനപ്പോൾ ദേ ഇതേപോലെ ഇങ്ങനെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ പീസസ് ആയിട്ട് ദാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടോ ഈ ഒരു വലുപ്പത്തിലാണ് ട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ശർക്കര വരട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കില്ലേ? ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ഷേപ്പിലാന്ന് വെച്ചാൽ ആ ഷേപ്പിൽ എത്രയും വലിപ്പം വേണമെന്ന് വെച്ചാൽ ആ ഒരു വലിപ്പത്തിലൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഒരു എളുപ്പത്തിന് ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പീനട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് റോസ്റ്റഡ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് ട്ടോ ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. നല്ലൊരു മണവും രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ ട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ ദാ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസിൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസിൻസ് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ നാളികേരം എല്ലാം ഒന്ന് റോസ്റ്റായിട്ട് വരണം. നാളികേരത്തിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ മാറിയിട്ട് ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരാൻ തുടങ്ങുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പീനട്ടില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ കുറച്ച് നേരം കൂടെ ഞാനൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഇത്രയും മതി. ഇതിൻ്റെ കളറെല്ലാം ദേ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൊഴുക്കട്ടില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അകത്തേക്കൊക്കെ ആ ശർക്കരയുടെ മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ 2, 3 മിനിറ്റോളം ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിട്ട് തുറന്നിട്ട് പിന്നെയും മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് വറ്റി നമ്മൾ വെരുകി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡായിട്ട് കിട്ടണം. നമുക്ക് ഇങ്ങനെ വെരുകി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ശർക്കരയെല്ലാം ഇങ്ങനെ തിക്കായിട്ട് ഇതിങ്ങനെ വറ്റി വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ നന്നായിട്ട് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ വറ്റിയിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഇതിൽ വിരുകി എടുത്ത പോലെ ആയിട്ടില്ലേ, കണ്ടോ? ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ട്ടോ. നമ്മൾ ആ ശർക്കര പാനില് നാളികേരവും അതുപോലെ തന്നെ ആ പീനട്ടിന്റെ പൗഡറൊക്കെ ചേർത്ത് കൊടുത്തതിന്റെ പേരിൽ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ട്ടോ. അപ്പോൾ ഇത്രയും മതി. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ കൊഴുക്കട്ടയുടെ പീസിലേക്കൊക്കെ ആ ശർക്കരപ്പാനിയൊക്കെ വറ്റി ആ നാളികേരവും അതുപോലെ തന്നെ ആ പീനട്ടിന്റെ പൗഡറെല്ലാം കൂടെ ഇങ്ങനെ വിരുകി എടുത്ത പോലെ ഇതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് തന്നെ ജോയിന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാവുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നാടൻ പലഹാരം ദേ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഒരു തവണ കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.